أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ മൈമൻ അക്കാഡമി നടപ്പാട്ടങ്ങനത്തെ റമദാൻ ഖുർആൻ സ്പെഷ്യൽ ക്ലാസ്സിലേറ്റിക്കറ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അൽ അബ്ദു സ്വാലിഹായ അബ്ദായിട്ടുള്ള അങ്ങനത്തെ ഖിദർ അലൈഹിസ്സലാമുടെ ഭേട്ടിയായിട്ട് പഠിക്കുകയായിട്ട് ഇൽമു പഠിക്കുകയായിട്ട് യാത്ര പോയതിനെ ബഗ്ഗേറ്റിക്കറ് ഞങ്ങൾ ചർച്ച ആയിക്കൊണ്ടില്ല. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാമും അതുപോലെ ഖിദർ അലൈഹിസ്സലാം യാത്ര ആക്കിക്കൊണ്ടു ഒരു കപ്പല് പത്തിട്ട് ആ കപ്പലിന്റെ പിന്നെ ഡാമേജ് ഉണ്ടാക്കിയ വിഷയവും അതിൽ പിന്നെ ഒരു ചെറുക്കടെ ചെറിയൊരു ചെറുക്കട കണ്ടിട്ട് ആ ചെറുക്കടെ കൊന്ന വിഷയമാണ് രണ്ടാമതായിട്ട് ചൊന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ಬಗ್ಗೆ മൂസാ നബി അലൈഹിസ്സലാം ക്വസ്റ്റ്യൻ ആക്കിയപ്പ മൂസാ നബി അലൈഹിസ്സലാം ആ കരാർ മറന്നുപോയിത്ത്. ക്വസ്റ്റ്യൻ ആക്കുകൂത്തിയറ ഞാൻ എന്തിനാക്കിയിട്ടെങ്കും ഞാൻ അതിന് വിശദീകരിക്കുന്നിടത്തോളം ക്വസ്റ്റ്യൻ ആക്കുകൂത്തിയറ എന്ന കരാർ മറന്നുപോയിട്ട് ക്വസ്റ്റ്യൻ ആക്കിയപ്പ അവസാനമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമെ ചൊന്നുപോയിത്ത് قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. ഇതിൽ പിന്നെ ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങളൊട്ട് കേൾക്കണ്ടായെങ്കിൽ പിന്നെ നിങ്ങളൊട്ടിಗೆ നന്റെ ബറകു നിങ്ങ ബുടണ്ട, നിങ്ങു നന്നിൽ നിന്നിട്ട് വ്യക്തമായ കാരണമേ നന്റെ പിരിച്ചുവിടുകുള്ള വ്യക്തമായ കാരണം നിങ്ങൾക്ക് കിട്ടിയിടല്ലേ. അങ്ങനെ നെക്സ്റ്റ് فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. അങ്ങനെ ഫൻതലഖ അങ്ങ് ജണ്ടാലും പിന്നെയും നടന്നുകൊണ്ട് പോയാർ. ഹത്താ ഇദാ അത്തയ അഹ്ല ഖറിയത്തിൻ ഒരു റായത്തെ ആൽമാറ മുട്ടാങ്ങ ജണ്ടാലും എത്തിയപ്പ അത് അന്താക്കിയ ചൊല്ല റായ സൂറത്തു യാസീനിൽ ബന്ധങ്ങനത്തെ ഒരു റായ ഉണ്ടല്ലേ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമുടെ ദൂതന്മാർ മൂസാ നബി അലൈഹിസ്സലാം കടത്തി കൊടുത്ത ആൽമാർ പോയങ്ങനത്തെ ഒരു റായ ഹബീബുൻ നജ്ജാർ റായ. ആ റായമേട്ടിക്കർ അന്താക്കിയ തുർക്കിയുടെ ഭാഗത്തിൽ വണ്ടങ്ങനത്തെ ഒരു റായ. ആ റായത്തെ ആൽമാറ മുട്ട എത്തിയപ്പ ഇസ്തത്വഅമ അഹ്ലഹ ആ റായത്തെ ആൽമാറൊട്ടിಗೆ മൂസാ നബി അലൈഹി സ്വലാം ഖിദർ അലൈഹി സ്വലാം കൂട്ടമായിട്ട് ഭക്ഷണം ആവശ്യപ്പെട്ടാർ. ഭക്ഷണങ്ങൾട്ടിಗೆ അതിഥി സത്കാരം നിലക്ക് ഭക്ഷണം ആവശ്യപ്പെട്ടാറ്. അങ്ങനെ ഒന്ന് സൽക്കരിക്കുകയായിട്ട് ആവശ്യപ്പെട്ടാർ. അബൗ അൻ യുളയ്യിഫൂഹുമാ പക്ഷെ ആ റായത്താൽമാർ എത്രത്തോളം അങ്ങ സ്വഭാവം കൊണ്ട് എത്ര ബെടക്കായാൽമാർ ചൊന്നെങ്കിൽ ഇങ്ങനെ ഭക്ഷണം കൊടുത്തില്ലായിട്ട് മാത്രല്ല ഒരു അതിഥി സത്കാരത്തെ ഒരു കാര്യവും അങ്ങ് ആക്കി കൊടുത്തില്ലേ. അങ്ങനെ സൽക്കരിക്കുകയിങ്ങ നിരാകരിച്ചാറ് പെറുജാരിയാറ് ആ റായത്താൽമാർ. അപ്പൊ ഫവജദ ഫിഹ ജിദാറൻ അങ്ങനെ അവിടെ അങ്ങൊരു മതില് കണ്ടെത്തങ്ങ് ഒരു കട്ടടത്തെ ഒരു മതില് അവശേഷിച്ച് നിൽക്കണങ്ങനത്തെ ഒരു മതില് കണ്ടെത്താം. എങ്ങനത്തെ മതിലാണ്? യുരീദു അയ്യങ്കല്ല അത് ഭൂലോകു ഉദ്ദേശിച്ചുകൊണ്ടിട്ടാണ് അള്ളാഹു താല ചെന്നിട്ടുള്ളത്. യുരീദു ആ മതിൽ ഉദ്ദേശിച്ചുകൊണ്ടുണ്ട് അയ്യങ്കല്ല ഭൂലോകു ഉദ്ദേശിച്ചുകൊണ്ടെങ്കിൽ ഭൂലോകു മുട്ടായിട്ടുണ്ട് അർത്ഥം. അങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ടുള്ള അങ്ങനത്തെ ഒരു മതില്. അപ്പൊ ഫഅഖാമഹു ഖിദർ അലൈഹിസ്സലാം അതിനെ നേരെ നിപ്പാട്ടിത്ത് അതിനെ സമാക്കിത്ത്. അപ്പൊ ഖാല മൂസാ നബി അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിനൊട്ടിಗೆ ചൊന്തു ലൗ ശിഅ്ത ലത്തഖദ്ത അലൈഹി അജ്റാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു കൂലി നിങ്ങൾക്ക് സ്വീകരിക്കന്തല്ലേ റായത്തങ്ങളൊട്ടിಗೆ കേക്കന്തല്ലേ. കാരണം ആ റായത്തങ്ങളൊട്ടിಗೆ നിങ്ങ സൽക്കരിക്കുക ആവശ്യപ്പെട്ടപ്പോ അങ്ങെന്തും സത്കാറാക്കില്ല, നിങ്ങളെ അതിഥി സത്കാറാക്കില്ല. നിങ്ങ ആ റായത്തങ്ങ് ഒരു ഉപകാരാക്കി കൊടുത്താറ്. ആ റായത്തില് ഭൂലോകു നിന്റെ അങ്ങനത്തെ ഒരു മതില് നിങ്ങ സമാക്കി കൊടുത്താറ്. അപ്പൊ ಅದರ പേരിൽ നിങ്ങൾക്ക് ഈ റായത്തങ്ങളൊട്ടിಗೆ ഒരു പേയ്മെന്റ് ആവശ്യപ്പെടന്തല്ലേ. നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട്
ആക്കി കൊടുക്കണായ അകത്തില്ലന്തല്ലേ എന്ന് മൂസ നബി അലൈഹിസ്സലാം പ്രശ്നാക്കിത്ത്. അപ്പൊ വല്ലാത്തൊരു റായാണ്. അതിഥി സത്കാര കേട്ടപ്പ ആക്കി കൊടുക്കാത്തങ്ങനത്തെ റായ. അള്ളാഹുത്താല പിന്നെ പ്രയോഗം ശ്രദ്ധിക്കണായ പലക്കം കേട്ടിക്കൽ. حتى إذا أتيا أهل قرية استطعما أهلها. ആ റായത്തെ ആൽമാരൊട്ടിക്ക് ഭക്ഷണം ആവശ്യപ്പെട്ടാറിട്ടാണ് ഫസ്റ്റ് ചൊന്ന അള്ളാഹു താല. ഫഅബൗ അൻ യുളയ്യിഫുഹുമ. ഭക്ഷണം കൊടുക്കുക കേട്ടില്ലാണ്ടല്ല പിന്നെ ചൊന്നിട്ടില്ല അള്ളാഹു. ഭക്ഷണം ആവശ്യപ്പെട്ടപ്പ നേരെ ചൊല്ലണായത് ഭക്ഷണം കൊടുക്കുക, ഫുഡ് കൊടുക്കുക കേട്ടില്ല, ഫുഡ് കൊടുക്കുക നിരാകരിച്ചാർ പെറോജാരിയാറിട്ടാണ് ചൊല്ലണായത്. ಅದರ ಬದಲಿಗೆ ಅಲ್ಲಾಹು ತಾಲ ചൊന്നെ ഫാബു അൻ യുളയ്യിഫുഹുമ. അങ്ങനെ ലിയാഫത്ത് നടത്തുക. ലിയാഫത്ത് ആക്കണമെന്നെങ്കിൽ അങ്ങനെ അതിഥി സത്കാരാക്കടെ. ഒരു റായത്തുക അപരിചിതമായ ആൽമാർ ബന്നിട്ടായെങ്കിൽ, മുസാഫിറായ ആൽമാർ ബന്നിട്ടായെങ്കിൽ ആ റായത്തെ ആൽമാർ ഒരു അതിഥി സത്കാരാക്കി കൊടുക്കണ ചൊല്ലത് അതൊരു മാന്യതയാണ്, ആ റായത്തെ മാന്യതയാണ്. ഇനി അങ്ങോട്ട് എന്തും ഇല്ലെങ്കിൽ കൊടുക്കുക, എന്തും ഇല്ലാണ്ടായെങ്കിൽ അതിഥി സത്കാരത്തെ വേറെ പല കാര്യം കൊണ്ട്. അതിഥി സത്കാരം വെറും ഭക്ഷണം കൊടുക്കണ മാത്രല്ലല്ലേ, വന്ന ആ ഒരു മുസാഫിർ നല്ല രൂപത്തില് ഫേസ് ആക്കടെ, നല്ല സ്വാഗതാക്കടെ, എവിടെ നിങ്ങളെ റായാണ്ടല്ല കേക്കടെ, അന്വേഷിക്കടെ, എന്തൊരു ഉദ്ദേശത്തേക്ക് വന്നിട്ട് ഇങ്ങനെയല്ല. ഇതെല്ലാം അന്വേഷിക്കലൊരു അതിഥിരെ ബഹുമാനിക്കേണ്ടതൊരു ഭാഗമാണ്. അതുപോലും ഈ റായത്തങ്ങ് ആക്കിയിട്ടില്ലാണ്ടാണ് അള്ളാഹു താല ചെന്നിട്ടില്ലേ. ഈ റായത്തങ്ങ ഭക്ഷണം കൊടുത്തില്ലാണ്ട് മാത്രല്ല, ഒരു നല്ല രൂപത്തില് വന്ന മുസാഫിർ ഒന്ന് ഫേസ് ആക്കടതും, വന്നേ ഒരു ആ മുസാഫിർ ഒന്ന് ബഹുമാനിക്കടെ, എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കടെ, അതുപോലും ആക്കിയിട്ടില്ല. അത്രയും ബഹീലന്മാരായിട്ടുള്ള അങ്ങനത്തെ, അത്രയും നീച്ചന്മാരായിട്ടുള്ള ആൽമാറായിട്ട് ആ റായത്തങ്ങ. അങ്ങനത്തെ നീച്ച ആൽമാരെ റായത്തില് ആണ് എന്താക്കിടെ ബഹുമാനപ്പെട്ട ഖിളിർ അലൈഹിസ്സലാം ഒരു നല്ലൊരു ഉപകാരാക്കി കൊടുക്കടെ. അവിടെയാണ് എന്താക്കടെ ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖല്ല. ആ റായത്തിൽ വെച്ചിട്ട് ഭൂലോകമായിട്ടുള്ള അങ്ങനത്തെ ഒരു മതിലിന്റെ ജണ്ടാലും കണ്ടാറ്. ഫവജദാ ഫീഹാ ജിദാറൻ, ഒരു മതിലിന്റെ കണ്ടാറ്. യുരീദു അൻ യൻഖല്ല, എങ്ങനത്തെ മതിലാണത്? ഭൂലോകം അത് ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാണ് അള്ളാഹു താല ചൊല്ലില്ലേ. യുരീദു അൻ യൻഖല്ല, അത് ഭൂലോകം ഉദ്ദേശിച്ചത്. സാധാരണ ഉദ്ദേശിക്കടെ ചൊല്ലത് ബിയാരിക്കടെ, ഉദ്ദേശിക്കടെ, ആഗ്രഹിക്കടെ, ഇതെല്ലാം ജീവിങ്ങൊല്ല സംഗതിയാണ്. മതിൽ ഒരിക്കലും ഉദ്ദേശിക്കില്ല. അപ്പൊ അതൊക്കെ ചില മുഫസ്സിരിങ്ങ കൊടുത്തുള്ള അർത്ഥ, അത് ഭൂലോകം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അർത്ഥ യഖ്റുബ യസ്ഖുത, അത് ഭൂലോകു മുട്ടയിട്, ഭൂലോകായിട് എന്ന അർത്ഥത്തിലാണ് അത് ചൊന്നരേണ്ടിട്ട് ചില മുഫസ്സിരിങ്ങ വിശദീകരിച്ചിടാറ്. ചില മുഫസ്സിരിങ്ങ ചൊന്നാറ് അങ്ങനെ ഉദ്ദേശിക്കട ചൊല്ല സംഗതി അത് ജീവിങ്ങൊകുണ്ടു മാത്രല്ല എല്ലാ വസ്തുങ്ങൾക്കും ഉദ്ദേശിക്കടെ, അല്ലെങ്കിൽ വിഷയങ്ങൾ അർത്ഥാക്കടെ, ഒരു വിഷയം ഉദ്ദേശിക്കടെ, ഇങ്ങനെ ജീവിങ്ങൊകുല്ല അങ്ങനത്തെ ഈ ഒരു കാര്യങ്ങൾല എല്ലാ വസ്തുങ്ങ കൂടര എല്ലാ പ്രತಿയൊരു വസ്തുങ്ങ ഉണ്ടു. അതുകൊണ്ടിട്ട് അതിൽ അതേ അർത്ഥ ബൈക്കടേക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്ന് ചൊന്ന് മുഫസ്സിരിങ്ങ ഉള്ളാർ. അല്ലെ, എല്ലാ വസ്തുവും അള്ളാഹു താല ഖുർആനിലെ ചൊന്നൊരു വിഷയല്ലേ, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഭൂമി ലോകത്തുള്ളങ്ങനത്തെ അള്ളാഹുടെ ഈ പടപ്പിലുള്ളങ്ങനത്തെ പ്രതി ഒരു വസ്തുവും അള്ളാഹുടെ തസ്ബീഹാക്കിക്കൊണ്ടുണ്ടു. അതരതായ രൂപത്തില് അതരതായ ഭാഷയിൽ അള്ളാഹുടെ തസ്ബീഹാക്കിക്കൊണ്ടുണ്ട്. അള്ളാഹുടെ തസ്ബീഹാക്കണമെങ്കിൽ അള്ളാഹുടെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടുണ്ടു, അള്ളാഹുടെ മഹത്വത്തെ എടുത്തു ചൊന്നുകൊണ്ടുണ്ടു, അള്ളാഹുടെ പ്രശംസയാക്കിക്കൊണ്ടുണ്ടു, പൊകലിയൊണ്ടുണ്ടു. പക്ഷെ വലാക്കില്ല തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് ಅದರ തസ്ബീഹ അർത്ഥാവില്ല ಅಂತ ಮಾತ್ರ. നിങ്ങൾക്ക് ಅದರ ഭാഷ ಗೊತ್ತಿല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അർത്ഥാവില്ല. എല്ലാ വസ്തുങ്ങ ചിലപ്പോ ബുൽപുഡ്രുണ്ടാണ്. ചില ചില മഹാന്മാരെല്ലാം വഫാത്താവുമ്പോ ഈ ലോകത്തുള്ള വസ്തുങ്ങളെ ബുൽപുഡ്രുണ്ടാണ്. ഖുർആനിൽ അല്ലാഹു തആല ഫിറഔനും അതുപോലെ ഉണ്ട് അനുയായിങ്ങ ചത്തുപോയപ്പ അങ്ങനെ ಬಗ್ಗೆ അല്ലാഹു തആല ചൊന്നേ ഫമാ ബക്കത അലൈഹിമുസ് സമാഉ വൽ അർളു, ആകാശഭൂമിങ്ങ അങ്ങനെ പേരിൽ ബുൽപുട്ടുല്ലേ.
ಆಕಾಶಭೂಮಿ ಅಂಗಲ പേരിൽ ബുൽപുട്ടുല്ലേ ആകാശഭൂമിയിലുള്ള ഒന്നും അങ്ങനെ പേരില്ല അങ്ങനെ ചത്തದ್ರ പേരിൽ ബുൽപുട്ടില്ല അപ്പൊ ചില ബുൽപുട്ടിന്റെ ആൽമാർ ഉള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ പേരിൽ ബുൽപുട്ടിട്ടില്ലാന്ന് തോന്നുന്നത് ചില ആൽമാർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആൽമാർ നശിക്കുമ്പോൾ ആകാശഭൂമി ബുൽപുട്ടത് കൊണ്ടുപോയിട്ടിക്കറ് അങ്ങനെ ഫിറാവുനും കൂട്ടരും ചത്തപ്പ അങ്ങനെ പേരിൽ ആകാശഭൂമി ബുൽപുട്ടില്ലാണ്ട് അള്ളാഹു താല ചൊന്നരെ ഇമാം അലി റലി അള്ളാഹു അൻഹു അലി റലി അള്ളാഹുനൊಟ್ಟಿಗೆ ഈ വിഷയത്തെ ಬಗ್ಗೆ കേട്ടപ്പ അലി റലി അള്ളാഹുന് ചൊന്തു ഇങ്ങനെ ആകാശഭൂമി ബുൽപുട്ടില്ലാണ്ട് ചൊല്ലത് അത് ഒരു സമമായെന്ന് കേട്ടപ്പ അലി റലി അള്ളാഹുന് ചൊന്നെ നഅം ഇദാ മാത്തൽ മുഅ്മിനു ബക്കാ അലൈഹി മൗലിആൻ ഒരു മുഅ്മിനായ മനുഷ്യ മരിക്കുമ്പോൾ രണ്ട് ജാഗങ്ങ അവന്റെ പേരിൽ ബുൽപുട്ടു മൗലിഉൻ ഫിസ്സമായി വ മൗലിഉൻ ഫിൽ അർളി ഒന്ന് ആകാശത്തിലുള്ള ഒരു ജാഗവും ഭൂമിയിലുള്ള ഒരു ജാഗ രണ്ട് ജാഗങ്ങ ഒരു മുഅ്മിനായ മനുഷ്യ മരിക്കുമ്പോൾ ബുൽപുട്ടുണ്ടാണ് ഏതാണ് അമ്മ മൗലിഉഹു ഫിൽ അർളി ഫമൗലിഉ മുസല്ലാഹു ഭൂമിയിൽ ബുൽപുട്രങ്ങനത്തെ ജാഗ അത് അവന്റെ നിസ്കരിക്കുന്ന ജാഗ ഇട്ടിക്കರು കാരണം അതുവരെ അവന്റെ സുജൂദും അവന്റെ റുക്കൂഉം അവന്റെ തസ്ബീഹിങ്ങും അവന്റെ തഹ്ലീലിങ്ങും ഇതെല്ലാം കേട്ടുന്നങ്ങനത്തെ ആ ജാഗത്ത് ബേജാറായിട്ട് ഇനി നക്ക അവന്റെ തസ്ബീഹയുടെയും അവന്റെ നിസ്കാരത്തെയും അനുഭവിക്കുകയില്ല അങ്ങനത്തെ നക്കൊരു അവകാശം ഇല്ലല്ലേ എന്ന നിലക്ക് ഒരു മുഅ്മിനായ മനുഷ്യ അവൻ നിസ്കരിച്ചങ്ങനത്തെ ജാഗ അത് അവൻ മരിക്കുമ്പോൾ ബുൽപുട്ടുണ്ടാണ് അമ്മ മൗലിഉഹു ഫിസ്സമ അപ്പൊ ആകാശത്തിലുള്ള ബുൽപുട്ട ജാഗ ഏത് ഫഹുവ മസ്അദു അമലിഹി അത് അവന്റെ അമല് ഉയർന്നു പോണ്ടങ്ങനത്തെ ജാഗ അവനാക്കിയോണ്ടിക്കറങ്ങനത്തെ അമലുങ്ങ അമാലുങ്ങ അത് മേലുക്ക് പോണ്ടങ്ങനത്തെ ഒരു ജാഗ ഇക്കടല്ലേ ആ ജാഗവും ഉൾപ്പെട്ടിട്ടാണ് അപ്പൊ ഈ ലോകത്തിലുള്ള വസ്തുങ്ങ അത് കേവല നിർജീവ ಅಂತ ನಂಗ സാധാരണ ചൊല്ലല്ലേ നിർജീവങ്ങല്ല യഥാർത്ഥത്തില് ഞങ്ങളെ കണ്ണിൽ മാത്രമാണ് നിർജീവായിട്ടുള്ളേ ಪ್ರತಿ ഒരു ವಸ್ತುങ്ങൾക്കും ಅದರದಾയ ഒരു ജീമ ഉണ്ട് അത് ഞങ്ങൾക്ക് അല്ലാഹു തആല തന്നങ്ങനത്തെ ഒരു ജീമ ಅದಕ್ಕಿಲ್ಲಂಟೆಂಗ್ ಅದರದಾയ ഒരു ജീമ ഉണ്ട് അത് ഇതെല്ലാം അല്ലാഹു തആലയുടെ തസ്ബീഹിലുണ്ട് അല്ലാഹുടെ ഇബാദത്തിലുണ്ട് എല്ലാം മനസ്സിലാക്കട് എല്ലാം ಅದರದಾയ രൂപത്തിൽ അർത്ഥാക്കുക ഗുന്തുണ്ട് അപ്പൊ ആ നിലക്കാണ് അല്ലാഹു തആലയോട് ചൊന്നിട്ടില്ലേ യുരീദു അൻ യൻഖല്ല ആ മതില് ഭൂലകു ഉദ്ദേശിച്ചിര് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമെ ചൊന്തൽ ഇന്നി ലാ അരിഫു ഹജറൻ ബിമക്കത്ത കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ നാൻ നബിയാവുടെ മുന്നಲು നക്ക് സലാം ചൊന്നോണ്ടിന്നങ്ങനത്തെ കല്ലിടെ നക്ക് ഇപ്പോഴും ഗുർത്തുണ്ട് കല്ല് സലാം ചൊന്നോണ്ടി ചൊല്ലു ചൊന്നെങ്കിൽ കല്ല് ഞങ്ങളെ ദൃഷ്ടിയിൽ നിർജീവായിട്ടിക്കര് പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നോട്ട് സലാം ചൊന്നോണ്ടിട്ടാണ് അപ്പൊ സലാം ചൊല്ലോണ്ടായെങ്കിൽ അതൊക്കെ ഒരു ജീമ വേണ്ടി അതിൻ്റെതായ ഒരു ജീമ വേണ്ടി അപ്പൊ ജീമ കൊണ്ടു അത് അങ്ങനത്തെ സ്വാലിഹായ അമ്പിയാക്കന്മാർ മുതലും ഔലിയാക്കന്മാർ മുതലെല്ലാം അത് 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 നല്ല സജീവമായിട്ടുള്ള ജീവമുള്ളതായിട്ട് അങ്ങലൊട്ടിಗೆ അത് സംഭാഷണാക്കിട് അങ്ങലൊട്ടിಗೆ അത് പിന്നെ അങ്ങലൊട്ടിಗೆ ഫലക്ക് വര രൂപത്തിലുള്ള ആ വസ്തു ഇക്കിടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ഒരു മരത്തെ മരത്തിലാക്കി അങ്ങനത്തെ പുതിയൊരു മിമ്പർ വന്നപ്പ മറായിട്ട് മിമ്പറായിട്ട് യൂസ് ആക്കി ഒരു മരത്തെ നബി തങ്ങ മാറ്റിവെച്ചപ്പ ആ മര ബുൽപുട്ട് ചരിത്രം ഞങ്ങൾ കേട്ടിട്ടിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഫിറാഖിടെ നബി തങ്ങ വിട്ടുപിരിഞ്ഞതിരെ ആ ദുഃഖ താങ്ങുകാവാണ്ടെ മറങ്ങ ബുൽപുട്ടതും നബി തങ്ങളെ കയ്യില് പിന്നെ ചെരക്കല്ലുങ്ങ ചെറിയ കല്ലുങ്ങ തസ്ബീഹ് ചൊന്നതും ഇതെല്ലാം അറിയിക്കണമെന്നുണ്ടെങ്കിൽ വസ്തുങ്ങൾക്കെല്ലാം അതരതായ രൂപത്തിലുള്ള എന്തിനുണ്ടു ജീമങ്ങ ഉണ്ട് അതരതായ ഒരു രൂപത്തിലുള്ള ബോധങ്ങ ഉണ്ട് അപ്പൊ മതിലൂടെ അത് ഉദ്ദേശിച്ചിട്ട് മതിൽ ഭൂലക ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് അതേ അർത്ഥത്തിലിട്ടാണ് ചില മുഫസ്സിരീങ്ങ പടിപ്പാട്ടിതണ്ട് ഏതായാലും ഇങ്ങനെ ആ മതില് ഭൂലകു ഐഡ് അങ്ങനത്തെ ഭൂലകായ അങ്ങനത്തെ ഒരു മതിലിന്റെ ആ റായത്തങ്ങ ഇപ്പറ ഉപകാരാക്കില്ലെങ്കിലും ഖിദർ അലൈഹിസ്സലാം ഒരു ഉപകാരാക്കി കൊടുത്തിട്ടു അക്കാമഹു അതിരെ നേരെ നിപ്പാട്ടിട്ട് അതിരെ സമാക്കി കൊടുത്തിട്ടു അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം കേട്ടതാണ് ലൗഷി തലത്തഖത്ത അലൈഹി അജ്റ ഇത് നിങ്ങൾക്ക് ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂലി നിങ്ങൾക്ക് എടുക്കാന്തല്ലേ ഇതിന് മുന്നത്തുള്ള രണ്ട് കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു ഉപകാരാക്കിയതായിട്ടല്ല നമുക്ക് കാണണ്ടേ അപകാരാക്കിയതായിട്ടാണല്ലേ കാണണ്ടേ അല്ലെ കപ്പലിന്റെ ഡാമേജ് ആക്കിയപ്പോഴും ആ കിടാവിടെ പിന്നെ ചെറുക്കടെ കൊന്നപ്പം ഒരു അപകാർ അല്ലെങ്കിൽ അന്യായ അക്രമാക്കിയതുപോലെയാണ് കണ്ടത് ഇവിടെ നേരെ ഉൾട്ടയിട്ടിക്കരു മഹാന്മാർ അങ്ങനെ ഉൾഗത്ത ദൃഷ്ടിയില് അങ്ങകൂല്ലങ്ങനത്തെ ഉൾഗത്തെ കണ്ണുകൊണ്ടിട്ടു അങ്ങ പല കാര്യങ്ങൾ മനസ്സിലാക്കിടാർ ആ പല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്കു അക്രമാണ്ട് തോന്നുന്ന
കാണ്ടങ്ങനത്തെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ആക്കുവാറ്. പ്രത്യക്ഷത്തില് ഞങ്ങൾക്കു പിന്നെ ആക്കു തീരാത്തങ്ങനത്തെ കാര്യം ചിലപ്പോൾ അങ്ങനെ ഭാഗത്തിൽ നിന്നെല്ലാം ഉണ്ടാവുണ്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് ഖിളിർ അലൈഹിസ്സലാം ഇതെല്ലാം ആക്കിയത് കൊണ്ടിട്ടു. ഖിളിർ അലൈഹിസ്സലാം പിന്നെ ഒരു ചെറുക്കട കൊന്നിട്ടു. അതുപോലെ ചെറുക്കട കൊല്ലുകൊല്ല കാരണല്ല ഇനി ബണ്ട് എന്തിനാണ് കൊന്നുരണ്ടിട്ടല്ല ബണ്ട്. അപ്പൊ ഇതെല്ലാം അങ്ങ് ഉൽഗത്തിൽ നിന്നിട്ട് അങ്ങ് മനസ്സിലാക്കിയത് കൊണ്ടിട്ടു ഖിളിർ അലൈഹി ഇസ്ലാമിന്റെ ഷറയുടെ പ്രകാരം അയാൾക്കിന്നെ ഒരു നിയമത്തെ പ്രകാരമാണ് ആക്കിയത്. അത് ഞങ്ങള് ദീന്റെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അങ്ങനത്തെ ശരീഅത്ത് പ്രകാരം അങ്ങനെ ഒരു വലിയ അങ്ങനെ ഒരു ആക്കുക അവകാശം ഇല്ലാണ്ടാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം കേട്ടപ്പ ഖിളിർ അലൈഹി സ്വലാം ചൊന്തു ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക് സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ. ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, ഇത് നാനും നിങ്ങവും വിട്ടുപിരിയുടെ അങ്ങനത്തെ ഒരു ടൈം ആയിട്ടിക്കറ്. ഇതോടുകൂടെ ഞങ്ങൾ വിട്ടുപിരിയാകുള്ള സമയമായിട്ട്, ഞങ്ങൾ ಬೇರೆ ಬೇರೆ ആകുള്ള സമയമായിട്ട്. കാരണം നിങ്ങമേ ചൊന്നതാണ് ഇനി നെക്സ്റ്റ് ഒരു പ്രശ്നം ഒരു വിമർശനാണ് ആക്കേണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് മാത്രം നിങ്ങളെ വിരുദ്ധമായിട്ടാണ് ആക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക നന്റെ ബുടರು പിന്നെ നന്റെ ഒട്ടിಗೆ കൂട്ടണ്ടാണ്ട് നിങ്ങമേ ചൊന്നറാറില്ല. അതുകൊണ്ടിട്ടു ഇതാ വിട്ടുപിരിയുടെ ടൈം ആയിര് ഉനബ്ബിഉക. പക്ഷെ വിട്ടുപിരിയുമ്പോ ഞങ്ങ അപ്പറിപ്പറ എന്തോ ഒരു ഗലാട്ട ആയതുപോലെ അല്ലെങ്കിൽ എന്തോ ഒരു ഖിലാഫുള്ളതുപോലെ നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഉള്ളതുപോലെ ഞങ്ങൾ വിട്ടുപിരിയുടെ വേണ്ട. അത് പിൻകാലത്തിൽ പണ്ട് അങ്ങനത്തെ ആൾമാർക്ക് ഇത് ചിലപ്പോൾ ബാധിക്കട്. നീങ്ങെന്തു അഭിപ്രായ വ്യത്യാസം എന്തുമില്ല, ജണ്ട് ശൈലി മാത്രമായിട്ടിക്കറ്, ജണ്ട് വ്യത്യസ്തമായ ത്വരീഖുകൾ മാത്രമായിട്ടിക്കറ്. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് സൊബർ എടുക്കുകയാവാത്തങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ആക്കിയല്ലേ, നിങ്ങൾക്ക് സൊബറാക്കുകയാവാത്തങ്ങനത്തെ ചില കാര്യങ്ങൾ നന്നിൽ നിന്ന് ಬಂತല്ലേ, അതിലെ വ്യാഖ്യാനം എന്തൊരു, അതിലെ ഹഖീഖത്ത് എന്തൊരു ಅಂತ ನಾನು നിങ്ങൾക്ക് ഇതാനി അറിയിച്ചതണ്ട്, നിങ്ങൾക്ക് വിശദീകരിച്ചതണ്ട്. അതും കേട്ടിട്ട് നിങ്ങൾ വിട്ടുപിരിയൊരു എന്ന് ആർ ചൊന്തു അൽ അബ്ദു സ്വാലിഹ്, സ്വാലിഹായ അബ്ദായങ്ങനത്തെ ഖിളിർ അലൈഹിസ്സലാം ചൊന്തു. അപ്പൊ അത് ഒരു സുഹബത്തിലെ ഒരു അദബിൽ പെട്ടതാണ്. പരസ്പര മൂസാ നബി അലൈഹി സ്വലാം ഖിളിർ അലൈഹി സ്വലാം ഒരു പരസ്പര ഒരു സുഹബത്തോടുകൂടെ പിന്നെ സൗഹാർദ്ദത്തോടു കൂടെ ഒട്ടിಗೆ കൂടിയില്ല ഇപ്പൊ ഇൽമു പഠിക്കുകയായിട്ട്. അപ്പൊ അതിനിടയില് പരസ്പര എതിരായിട്ടുള്ള അങ്ങനത്തെ പല അഭിപ്രായങ്ങൾ വന്നിട്ട്, പക്ഷെ അങ്ങനെ വന്നിട്ടെങ്കും അവസാനത്തില് ജണ്ടാൽക്കും ഖിലാഫില്ല. ജണ്ടാളുടെ ഖിലാഫുടെ ഒരു പരിഹാരയുടെ രൂപത്തിലാണ് എന്താക്കിക്കൊണ്ടുല്ലേ ഖിളിർ അലൈഹിസ്സലാം അതൊരു ലാസ്റ്റ് ആ രൂപത്തിലാണ് അതിൽ എത്തുപാട്ടിയുണ്ടല്ലേ. അങ്ങനെ അറിയിച്ചു കൊടുത്തിട്ട് അതിലെ എന്താണ് ഇതുവരെ ആക്കിയതിലെ പ്രവർത്തനങ്ങളെ ഹഖീഖത്ത് എന്തിരെ. അതിൽ ഫസ്റ്റില് കപ്പൽ ഡാമേജ് ആക്കിയ വിഷയമാണ് തോന്നിട്ടില്ലേ. അമ്മ السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. അമ്മ സഫീനത്തു, ആ കപ്പൽ ഇന്തല്ലേ ഞങ്ങൾ ഡാമേജ് ആക്കി അങ്ങനത്തെ കപ്പൽ, അത് ഫക്കാനത്തിലി മസാക്കീന, അതൊരു 10 ചില്ലര ആൽമാർ ഒരു പാവത്തെ ആൽമാറുകളിലെ കപ്പലായിട്ടിന്ത്, മിസ്കീന്മാരായ ആൽമാരെ കപ്പലായിട്ടിന്ത്. യഅ്മലൂന ഫിൽ ബഹരി, അങ്ങനെ സ്വരന്തർ ചൊന്നിങ് അങ്ങ കടലിൽ സ്വറാക്കട ആൽമാരാണ്. കടലിൽ മീൻ പിടിച്ചോണ്ടും കടലിൽ കപ്പൽ വിട്ടോണ്ടും ഈ രൂപത്തിലുള്ള സ്വറാക്കട ആൽമാരായിട്ടുള്ള അങ്ങനത്തെ മിസ്കീനായിട്ടുള്ള ആൽമാരെ ಸೇರಿ അങ്ങനത്തെ അങ്ങനെ വടത്തനത്തിലുള്ള അങ്ങനത്തെ കപ്പലായിട്ടുണ്ട്. ഫറത്തു അൻ അഈബഹ, നാനതിരെ ഐബുണ്ടാക്കുക ഞാൻ ഉദ്ദേശിച്ച, ഖിളിർ അലൈഹി ഇസ്ലാം ചൊല്ലെ നാനതിരെ ഡാമേജ് ആക്കുക ഞാൻ ഉദ്ദേശിച്ച എന്തിനാണ്. വക്കാന വറാഅഹും മലിക്കുൻ, അങ്ങനെ മുനൊല്ലു ഒരു രാജ ഒരു അധികാരി ഇന്ന, എങ്ങനത്തെ കാഫിറായിട്ടുള്ള ഒരു രാജ അങ്ങനെ മുനൊല്ലിന്ന, ആ കപ്പലുടെ മുന്നലായിട്ട് ഒരു രാജ ഇന്ന, അവനെന്താക്കി ഇന്ന യഖുദു കുല്ല സഫീനത്തിൻ, എല്ലാ കപ്പളുടെ എല്ലാ നല്ല കപ്പളുടെ അവನು പിടിച്ചെടുത്തോണ്ടിരുന്ന, ഗസ്ബ അക്രമമായിട്ട് പിടിച്ചെടുത്തോണ്ടിരുന്ന. അപ്പൊ അവന്റെ
ಜಾಗತ್ತಿಲೂടെ ಅವನಿನ್ನ ಜಾಗತ್ತಿಲൂടെ കടന്നു പോകണ്ടങ്ങനത്തെ എല്ലാ കപ്പലുങ്ങളെ നല്ല കപ്പലുങ്ങൾ ഡാമേജ് ആവാത്ത കപ്പലുകളല്ല അവനെന്താക്കി അക്രമമായിട്ട് പിടിച്ചെടുത്തോണ്ടിരുന്ന. അപ്പൊ അങ്ങനെ ഒരു രാജ എതിരിൽ ഉള്ളത് കൊണ്ടിട്ടാണ് എന്താക്കിയ ನಾನು ഡാമേജ് ആക്കി. അപ്പൊ ഡാമേജ് ആക്കിയിട്ടായെങ്കിൽ അവൻ എന്താക്കില്ല, ആ കപ്പലിന്റെ ശ്രദ്ധിക്കില്ല, ആ കപ്പൽ എടുക്കില്ല അവൻ. അതുകൊണ്ടിട്ടായിട്ട് ഞാൻ എന്താക്കിരേ ഡാമേജ് ആക്കിരേട്ട് ബഹുമാനപ്പെട്ട പിന്നെ ഖിളിർ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തിട്ടു. വമ്മ സഫീനത്തു ഫക്കാനത്ത് ലിമസാക്കീന, മിസ്കിന്മാർക്ക് ശരി അങ്ങനത്തെ കപ്പലായിട്ടുണ്ട്. മിസ്കിന്മാർ, ഫുഖറാ മസാക്കീൻ, ഫക്കീർ മിസ്കീൻ ജണ്ടുക്ക് വ്യത്യാസമുണ്ട്. സാധാരണ ഞങ്ങളെ ഭാഷയിൽ ഞങ്ങൾ മിസ്കീൻ ഫക്കീർ പാവത്തൊങ്ങെല്ലാം മിസ്കീൻ ഫക്കീർ രണ്ട് പദവും ചൊല്ല. ഫക്കീർ ചൊന്നെങ്കിൽ ഫഹുവ മൻലാ യംലിക്കു ഷൈഅ, ഒന്നുമില്ലാത്ത കടു ബടത്തനത്തിലുള്ളങ്ങനത്തെ വെറും ദരിദ്രനായ ആളുകാണ് ഫക്കീറിന്റെ ചൊല്ല്. അത് സക്കാത്ത് കൊടുക്കുന്നതോടെയും ഈ വ്യത്യാസ ഉണ്ടല്ലേ. ഫക്കീർമാർ ಬೇರೆ ഉള്ള ഫക്കീറും ചൊല്ലൊരു കാറ്റഗറി, സക്കാത്ത് കൊടുക്കുന്നതോടെ ഫക്കീർ ചൊല്ലൊരു ಬೇರೆ കാറ്റഗറി ഉണ്ട്, മിസ്കീൻ ചൊല്ല കാറ്റഗറിയേ ഉണ്ട്. ഫക്കീർ ചൊന്നെങ്കിൽ ಅವನಿಗೂ ಬೇಣಾಯ ಅವನಿಗೂ അവന്റെ ആവശ്യം പൂർത്തിയാക്കുന്ന രൂപത്തിൽ ഒന്നും അവനിട്ടില്ല, സ്വത്തുങ്ങ ഇല്ല, അവനക്കൊരു സ്വറ ഇല്ല, അങ്ങനത്തെ ആളാണ് ഫക്കീർ. മിസ്കീൻ ചൊന്നെങ്കിൽ അങ്ങനല്ല, മൻ യംലിക്കു ഷൈഅൻ ലാ യക്ഫീഹി, അവനക്ക് ഉണ്ടു, സ്വത്തും ഉണ്ടു അല്ലെങ്കിൽ സ്വറമുണ്ടു, പക്ഷെ മയ്യാവില്ല, അത് അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടില്ല, അങ്ങനത്തെ ആളാണ് മിസ്കീൻ ചൊല്ലി. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഈ സഫീനത്ത് കപ്പൂർ ചൊല്ലത് ഈ മിസ്കീനായ ആൾമാർക്കുള്ളതാണ്. അങ്ങൊരു സ്വത്തുണ്ട്, അതുപോലെ അങ്ങ് സ്വറമുണ്ട്. ഈ യഅമലൂന ഫിൽ ബഹരി, അങ്ങ് കടലിൽ എന്താക്കിക്കൊണ്ടുള്ളാറ്, സ്വറാക്കിക്കൊണ്ടുള്ളാറ്. പക്ഷെ എന്നിട്ടും അങ്ങനെ ಬಗ್ಗೆ അഗനിയ ശ്രീമന്തമാരുണ്ടല്ല അള്ളാഹു താല ചൊന്നര, മിസ്കീന്മാരുണ്ടാണ് ചൊന്നര. അപ്പൊ അങ്ങനെയും ഇക്കിടാറ് അങ്ങനൊട്ടിಗೆ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ചില സ്വത്തും കഴിക്കൂ, സ്വറം കഴിക്കൂ, നല്ല സ്വറങ്ങം വയ്ക്കൂ, കടലിൽ ആക്കടെ സ്വറ ചൊല്ലുന്നത് നല്ല ഒരു സ്വറല്ലേ. പക്ഷെ എന്നാലും അങ്ങ് മിസ്കീൻ എറ്റിക്കിടാറ് ചൊന്നെ അങ്ങ് മെയ്യാവില്ല, അങ്ങനെ ജീവിതത്തെ ആവശ്യങ്ങൾ പൂർത്തിയാവില്ല. അപ്പൊ അത് പ്രത്യേകം ഞങ്ങളെ ചുറ്റുമുത്തലുള്ള ശ്രദ്ധിക്കണ വിഷയമായിട്ടിക്കറ്. പാവത്ത് വെറും പാവത്തെ ആൾമാരല്ല സഹായിക്കുക ആൾമാർ ഇക്കിടാറ്, കടുബടത്തനത്തിലുള്ള ആൾമാരെ സഹായിക്കുകയല്ല ചെമ്മത്തെ ആൾമാരെല്ലാം ഇക്കിടാറ്. പക്ഷെ ഈ മിഡിൽ വർഗ മധ്യമ വർഗ അണ്ടിക്കിടങ്ങനത്തെ മിസ്കിന്മാർ അങ്ങ് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ബടത്തനത്തെ അങ്ങനെ ഒരു ദാരിദ്ര്യത്തെ അങ്ങ് കാട്ടില്ല. അങ്ങ് മാന്യമായ ഒരു സ്വറമ ഇക്കിട്, അതുപോലെ ഒരു അഗമ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്തുങ്ങ ഇക്കിട്, പക്ഷെ അത് അങ്ങ് മയ്യാവില്ല, അങ്ങനെ ജീവിതത്തെ ആവശ്യം അതുകൊണ്ട് അങ്ങ് പൂർത്തിയാവില്ല. അങ്ങനത്തെ ആൾമാരെ പരിഗണിക്കൊണ്ടിട്ടാണ് ഇതിൽ നിന്ന് ನಾವು മനസ്സിലാവിടെ. കാരണം ഖിളിർ അലൈഹി ഇസ്ലാം ആ ആൽമാർക്ക് നല്ലൊരു ഉപകാരം ആക്കിക്കൊണ്ടില്ലല്ലോ ഇവിടെ. അപ്പൊ ഏതായാലും അറത്തു അൻ നഈബഹ, ആ സഫീനത്തിന് അങ്ങനത്തെ ആൽമാരെ സഫീനത്തിലാണ് ഞാൻ എന്താക്കുക ഉദ്ദേശിച്ചത്, ഡാമേജ് ആക്കുക ഞാൻ ഉദ്ദേശിച്ചത്, ഡാമേജ് ആക്കുക ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് ഖിളിർ അലൈഹി ഇസ്ലാം ചൊന്നത്. യഥാർത്ഥത്തിൽ ഇനിയും ലാസ്റ്റ് ചൊല്ലു ഖിളിർ അലൈഹി ഇസ്ലാം, ഇതെല്ലാം ഞാൻ അള്ളാഹുടെ ഓർഡർ പ്രകാരമാണ് ഞാൻ ആക്കിയതെന്ന് ചൊന്നിട്ടുണ്ട്. എല്ലാം അള്ളാഹു താലയുടെ കൽപ്പന പ്രകാരം, അള്ളാഹു താലയുടെ ആജ്ഞയുടെ പ്രകാരമാണ് ഖിളിർ അലൈഹി ഇസ്ലാം ഇതെല്ലാം ആക്കിയിട്ടുള്ളത്. എന്നിട്ടും ഖിളിർ അലൈഹി ഇസ്ലാം ഡാമേജ് ആക്കിരേണ്ട് ചൊല്ലുമ്പോ അത് അള്ളാഹു പിന്നെ ആണ് ആക്കിരേണ്ട് ചൊന്നിട്ടുള്ളല്ല, നാനാണ് ഡാമേജ് ആക്കുക ഉദ്ദേശിച്ചിട്ട് ആണ് ഖിളിർ അലൈഹി ഇസ്ലാം ചൊന്നിട്ടുള്ളത്. അതിലൊരു പാഠമുണ്ട്. കാരണം ഡാമേജ് ആക്കിടെ ചൊല്ലൊരു സംഗതി അത് പ്രത്യക്ഷത്തിൽ ഒരു നല്ല കാര്യം തൊല്ലല്ലേ, അയിബുണ്ടാക്കിടെ ചൊല്ല സംഗതി പ്രത്യക്ഷത്തിൽ നല്ല കാര്യമല്ല. അപ്പൊ അങ്ങനത്തെ പ്രത്യക്ഷത്തിൽ നല്ലതല്ലാത്ത കാര്യം യഥാർത്ഥത്തിലെല്ലാം അള്ളാഹു താലമേ ആക്കിടതുണ്ടായെങ്കും അങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കാണ്ടിക്കിടെ, അള്ളാഹുവിലേക്ക് ചേർബാട്ടാണ്ടിക്കിടത് അത് അതബിൽപ്പെട്ടതാണ്. അള്ളാഹു താലൊട്ടിക്ക് നിങ്ങൾ കാട്ടങ്ങനത്തെ അതബിൽപ്പെട്ടതാണ്. അങ്ങനത്തെ അതബുങ്ങ കാട്ടണുണ്ടാണ് ആ പലക്കത്തിൽ ഖിളിർ അലൈഹി സ്വലാം നമ്മൾ പഠിപ്പാട്ടിട്ടുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഖസ്ബ വകാന വറാഅഹും മലിക്കുൻ, അങ്ങനെ മുന്നല്ലായിട്ട് ഒരു മലിക്ക്, ഒരു രാജ ഇന്ന യഖുദു കുല്ല സഫീനത്തിൻ ഖസ്ബ, എല്ലാ കപ്പലുടെയും അക്രമമായിട്ട് പിടിച്ചെടുക്കണങ്ങനത്തെ രാജ ഇന്ന. അപ്പൊ ആ രാജാവ് ഇങ്ങനെ കപ്പലു നല്ല രൂപത്തിൽ ഇന്നിട്ടെങ്കിൽ എന്തായാലും എന്താക്കണവണു ആ കപ്പലുടെ അവನು പിടിച്ചെടുക്കട. അപ്പൊ അതിൽ ഡാമേജ് ആയെങ്കിൽ അവൻ എന്താക്കില്ല, പിടിച്ചെടുക്കില്ല.
അലക്ക ഇല്ലാണ്ടാവടದ್ರ കാണ ഈ കപ്പൽ അലക്ക ഇല്ലാണ്ടാവടದ್ರ കാണ നല്ലത്, ഡാമേജ് ആയ കപ്പൽ ഇക്കടെ നല്ലല്ലേ. അപ്പൊ ആ നിലക്കാണ് ഖിദർ അലൈഹി ഇസ്ലാം എന്താക്കിയത്, അതിൽ ഡാമേജ് ആക്കിയിട്ട് ഈ ഒരു വിഷയ പിന്നെ അത് ഡാമേജ് ആക്കിയ പ്രത്യേക ആ കപ്പലിന്റെ ആൽമാറിട്ട ഖിദർ അലൈഹി ഇസ്ലാം അറിയിച്ചു കൊടുത്തിട്ട് നമുക്ക് കാണുക. കാരണം അങ്ങോക അതിൽ ഒരു അതൃപ്തി അസമാധാനം ഉണ്ടാവത്തീര എന്ന നിലക്ക് ഈ ഒരു വിഷയം അങ്ങോക അറിയിച്ചു കൊടുത്തുಂಟು കിതാബിൽ നമുക്ക് കാണുക. അമ്മൽ ഗുലാമു, ഇനി രണ്ടാമത്തെ കാര്യമാണ് ചൊല്ലേ. രണ്ടാമതാക്കി അങ്ങനത്തെ പ്രവർത്തന ഖിദർ അലൈഹിസ്സലാം എന്താണ് രണ്ടാമതായിട്ട് ഒരു വയസ്സെത്താത്തങ്ങനത്തെ പ്രായപൂർത്തിയാവാത്തങ്ങനത്തെ ഒരു ചെറുക്കടെ കൊന്ന വിഷയായിരിക്കരുത്. വമ്മൽ ഗുലാം, ആ ചെറുക്കമില്ലല്ലേ നിങ്ങൾ കൊന്നങ്ങനത്തെ ചെറുക്ക, ഫകാന അബവാഹു മുഅ്മിനൈൻ, ആ ചെറുക്കടെ കൊല്ല കാരണം എന്താ ചൊന്നെങ്കിൽ ഫക്കാന അബവാഹു മുഅ്മിനൈൻ, ആ ചെറുക്കടെ ബാപ്പ ഉമ്മ അജണ്ടാല് മുഅ്മിനായ മനുഷ്യന്മാരായിട്ടിന്നാറ്, മുഅ്മിനായ മനുഷ്യന്മാരാണ്. ഫഖശീന അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്ര, പക്ഷേ ഈ ചെറുക്കടെ ഭവിഷ്യ നോക്കുമ്പോ അവരുടെ ഭവിഷ്യ നല്ല ഒരു ഭവിഷ്യല്ല, ഈമാനുള്ള ഭവിഷ്യല്ല. ആ ചെറുക്ക ആ ബാപ്പ ഉമ്മരെ കുഫുറെ ಪ್ರೇರಿಪಿಕ್ಕಡ, ಅವನು ಅಲ್ಲಾಹುಡೆ ನಿಷೇಧಿಕ್ಕಡದ್ರೆ ಅವನು ಆ ಬಾಪುಮ್ಮಗು ಪ್ರೇರಿപ്പിക്കറ, തുകയാന്റെ പ്രേരിപ്പിക്കട. തുകയാൻ ചെന്ന അക്രമം, അതിക്രമത്തെയും അക്രമത്തെയും കുഫറുടെയും ബാപ്പുമ്മകു അവನು പ്രേരിപ്പിക്കട എന്ന് ഞങ്ങൾ പേടിച്ചു പോയ, അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ കൊന്നരേ എന്നാണ് ഖിദർ അലൈഹി ഇസ്ലാം ചൊന്നിട്ടില്ലേ. അത് ഹദീസിൽ കണ്ടതുപോലെ ആ ചെറുക്ക തുബിഅ കാഫിറൻ, അള്ളാഹു താല കാഫിറായിട്ട് അവന്റെ ഭവിഷ്യ ഇന്നെ കുഫറിലാണ് ഇന്നെ അള്ളാഹു താലಗೆಲ್ಲ ഗുന്തിക്കടല്ലേ. ആ അള്ളാഹു താല അറിയിച്ചത് പ്രകാരമല്ലേ ഖിദർ അലൈഹി ഇസ്ലാം ആക്കിയിട്ടില്ലേ. അപ്പൊ ഏതായാലും ആ ഒരു ചെറുക്ക ഇനി ബലിയായി പോകണ്ടെങ്കിൽ കാഫിറായിട്ടാണ് ഇക്കടേട്ട് അള്ളാഹു താല ഗുന്തുന്നു. വലവ് ആശല അർഹഖഹുമാ ദാലിക, അവನು ജീവിച്ചിന്നെങ്കിൽ ആ ബാപ്പು ഉമ്മಗವನು എന്താക്കಂತ അവന്റെ കുഫുറെ അവന്റെ ആ ഒരു തുകിയാൻ അക്രമത്തെ പിടുത്തം മുട്ടങ്ങനത്തെ അവന്റെ സ്വഭാവത്തെല്ലാം ಅವನು ബാപ്പ ഉമ്മകും എന്താക്കಂತ ಅವನು പ്രേരിപ്പിക്കಂತ. കാരണം ബാപ്പ ഉമ്മകു അവൻ എന്തായാലും സ്വാഭാവികമായിട്ട് മോണില് പിരിസൈക്കറല്ലേ. അപ്പൊ മോൺ ചൊന്ന പോലെ എന്താക്കിടാറ് ബാപ്പ ഉമ്മ അവന്റെ ഫോളോ ആക്കിടാറ്. അപ്പൊ ആ നിലക്ക് ബാപ്പ ഉമ്മും ബെടക്കാവിടെ വേണ്ട, അവന്റെ കൊണ്ട് ബാപ്പ ഉമ്മ ബെടക്കാവിടെ വേണ്ട എന്ന നിലക്കാണ് എന്താക്കിരെ ആ ചെറുക്കടെ നങ്ങ കൊന്നുരേണ്ടിട്ട് ഖിദർ അലൈഹി ഇസ്ലാം ചൊന്നിട്ടുണ്ട്. വമ്മൽ ഗുലാം ചൊന്നെങ്കിൽ അർത്ഥ പ്രായപൂർത്തി എത്താത്തങ്ങനത്തെ കിടാവുകയാണ് ഗുലാമുൻ ചൊല്ലി. ആ പ്രായപൂർത്തി എത്താത്തത് കൊണ്ടിട്ടാണ് ആ ചെറുക്കട കൊന്നപ്പ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം കേട്ട എന്തിനാ ഖതൽത നഫ്സൻ സക്കിയ, ഒരു നല്ല ശുദ്ധമായ നഫ്സിനെയാണോ നിങ്ങൾ കൊന്നരെ, ഒരു ശുദ്ധമായ ശരീരത്തെയാണോ കൊന്നരെ. പ്രായപൂർത്തി എത്ര മുതൽ മക്ക ശുദ്ധമായ അവസ്ഥയിലല്ലേ ഇക്കടെ, അങ്ങു ദോഷങ്ങൾ ചെന്നിട്ടില്ലല്ലേ. അങ്ങോgu ആ ഒരു ബേസിൽ അങ്ങ് മറിച്ചിട്ട് അങ്ങ് ഹിസാബ് ചൊന്നിട്ടില്ല, അങ്ങ് വിചാരണ ഇല്ല, ഡയറക്റ്റ് സ്വർഗത്തേക്ക് പോകേണ്ട ആൾമാരാണ്. അപ്പൊ ആ ചെറുക്ക അവന്റെ ആ ഒരു അവസ്ഥയിൽ അപ്പൊ ഇന്ന അവസ്ഥയിൽ അവൻ ശുദ്ധനാണ്, പ്രായപൂർത്തി എത്താതെ കൊണ്ട് ശുദ്ധമായിട്ടിക്കറ. പക്ഷേ ഫക്കാൻ അബവാഹു മുഅ്മിനൈൻ, ബാപ്പ ഉമ്മ എന്തായിട്ടിക്കറാറ് മുഅ്മിനായ മനുഷ്യനാണ്. പക്ഷെ ആ ബാപ്പ ഉമ്മക്ക് ഓണ് ബല്ലിയണ്ടെങ്കിൽ അത് ഓണൊരു ഫിത്നയാവിട, മക്കങ്ങ ചിലപ്പോ ഫിത്ന ആവിടാറ്. മക്കങ്ങ ഇത് ബാപ്പ ഉമ്മക്ക് ചിലപ്പോ ഫിത്ന ആവിടാറ്. അത് അള്ളാഹു താല ഖുർആനിലെ ചൊന്ന വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വല്ലക്കും ഫഹ്ദറൂഹും, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ പെഞ്ഞായിമാരുടെ കൂട്ടത്തിലും നിങ്ങളെ മക്കളെ കൂട്ടത്തിൽ ചില ആൾമാർ നിങ്ങൾക്ക് ശത്രുങ്ങായിട്ടുള്ളാർ, നിങ്ങൾക്ക് ശത്രുങ്ങാവിടാർ ചെന്നെങ്കിൽ ദുനിയാവുടെ വിഷയത്തിൽ ശത്രുങ്ങാവിടാറുണ്ടല്ല അർത്ഥ. നിങ്ങളെ ഈമാൻ തപ്പാട്ട രൂപത്തിൽ നിങ്ങളെ ദീന്റെ ബെടക്കാക്കട രൂപത്തിൽ ചില പെഞ്ഞായിമാരും മക്കങ്ങിക്കിടാറ്. ഫഹ്ദറൂഹും, അങ്ങനെ നിങ്ങൾ ജാഗ്രത ആക്കൊരു. സ്വാഭാവികമായിട്ട് മക്കളൊട്ടിಗೆ ബാപ്പ ഉമ്മക്ക് പിരിസിക്കിടത് സ്വാഭാവികമായിട്ട്. അപ്പൊ മക്കളെ ആശയത്തിക്ക് ചിലപ്പോൾ ബാപ്പ ഉമ്മ ആ രൂപത്തിൽ ബെടക്കാവിടാറ് എന്റെ ചിലപ്പോൾ കാണങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വിദേഹത്തിലേക്ക് മക്കങ്ങ ഗൾഫുകളിൽ പോയ അങ്ങനത്തെ മക്കങ്ങ
വഹാബി സലഫിയായിട്ടാണ് വരുമ്പോൾ പണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് വയസ്സായ ബാപ്പ ഉമ്മയുടെയും ആ വഹാബിസത്തിലേക്ക് ബിദഅത്തിലേക്ക് കൊണ്ടുപോകേണ്ട അങ്ങനത്തെ ഒരു ദുരവസ്ഥ നമുക്ക് കാണുക. അപ്പൊ അങ്ങനത്തെ മക്കങ്ങ ഇക്കിടാർ എന്നതിലേക്ക് സൂചനയാണ്. അപ്പൊ അങ്ങനത്തെ മക്കങ്ങ ഇക്കിട കാണാൻ അങ്ങ് ഇല്ലാണ്ടിക്കലാണ് നല്ലത്. അതാണ് ഇവിടെ ഖിദ്ർ അലൈഹിസ്സലാം ആക്കിയത്. അത് അങ്ങനെ ആഖിറത്ത് നോക്കും. ദുനിയാവിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബേജാറാവും ഇത് കൊണ്ടിട്ട് മക്ക ഇല്ല ഇല്ലാത്തൊരവസ്ഥയിൽ. പക്ഷെ അങ്ങനെ ആഖിറ നോക്കുമ്പോൾ അതായിട്ടിക്കറ അങ്ങ് നല്ലത്. അതൊരു ചിന്തിക്കണ വിഷയമാണ്. ചില ആൾമാർക്ക് ചെറുപ്പത്തിലെ ചില അങ്ങനെ മക്കങ്ങ മരിക്കിടാറ് അതിലൊന്നും വലിയ ദുഃഖിക്കൊണ്ടില്ല. കാരണം എന്തോ ഒരു ഹൈറ് ഉള്ളത് കൊണ്ടായിട്ടിക്കൊണ്ട് അള്ളാഹു താല എന്താക്കിരെ ആ മക്കളെ ചെറുപ്പത്തിലെ അള്ളാഹു താല മരിപ്പാട്ടി വിട്ടേ. ഒന്നാങ്ങ ബല്യാൽ പിന്നെ വെടക്കാടുന്നത് കൊണ്ടിട്ട അല്ലെങ്കിൽ മക്കങ്ങളെ കൊണ്ടിട്ടു ബാപ്പ ഉമ്മ സ്വർഗത്ത് പോണ്ടങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലേ. ആ മക്കങ്ങ ചെറിയ മക്കളായിട്ടുള്ള അവസ്ഥയിൽ അങ്ങ് മരിച്ചേണ്ടായെങ്കിൽ അങ്ങനെ ಬಗ್ಗೆ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നത് എന്താണങ്ങ സ്വർഗത്തിലുള്ളങ്ങനത്തെ ദആമീസുൽ ജന്ന സ്വർഗത്തെ ദഅമൂസുകളായിട്ടിക്കിടാറങ്ങ. സ്വർഗത്തെ ദഅമൂസ് എന്നെങ്കിൽ വേണായ പോലെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ആൾമാർക്കാണ് ദഅമൂസുകളുടെ ഇഷ്ടം പോലെ ഇങ്ങനെ ചുറ്റി നടക്കണ മക്കങ്ങ അങ്ങനെ ഇട്ടിക്കിടാറില്ല. അങ്ങ് എവിടെ വേണമെങ്കിൽ പോകാവൂ. അങ്ങ് ചിലപ്പോ അങ്ങനെ അങ്ങ് ഉള്ള ജാഗത്തിലിട്ട് അങ്ങ് ഒരു ലിമിറ്റ് ഉണ്ടിക്കില്ലേ. അമ്പിയാക്കന്മാരെ മുട്ട അവിടെ സ്വർഗത്തിൽ അങ്ങ് പോവാറ്, ഔലിയാക്കന്മാരെ മുട്ട സ്വഹാബിങ്ങളെ മുട്ട അങ്ങനെ വേണായ രൂപത്തിൽ വേണായ ജാഗത്ത് പോകുവാട് എന്ന് മാത്രല്ല ചിലപ്പോ ബാപ്പ ഉമ്മ നരകത്തേക്ക് പോകേണ്ട അവസ്ഥയിൽ മക്കം കയറ്റിക്കുവാർ അങ്ങനെ എന്താക്കട്ടെ സ്വർഗത്ത് കൈപിടിച്ച് പോകേണ്ടിട്ടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പാട്ടി. ഏതായാലും മക്കളായിട്ടുള്ള അവസ്ഥയിൽ മരിക്കുമ്പോൾ ಅದರ ಬಗ್ಗೆ വലിയ ടെൻഷൻ ആവണ്ടില്ല എന്നൊരു പാഠം കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അതൊരു ഹൈറായിട്ടിക്കും, വലിയ ഹൈറായിട്ടിക്കും. ഇവിടെ അങ്ങനത്തെ ഒരു വലിയ ഹൈറുള്ളത് കൊണ്ടിട്ടാണ് എന്താക്കിയത്. അപ്പൊ ഈ ഒരു ഹിക്മത്ത് ചൊന്നപ്പോ അതിൽ മൂസാ നബി അലൈഹി ഇസ്ലാമുക്കും ഖിലാഫില്ല. അത് ആക്കിയ വിഷയത്തിൽ എന്തില്ല, മൂസാ നബി അലൈഹി ഇസ്ലാമും അത് ഓക്കെ ചൊല്ല അങ്ങനത്തെ വിഷയമാണ്. പ്രത്യക്ഷത്തിൽ അതൊരു നല്ല ഒരു ബെടക്കായ കാര്യമായിട്ടെങ്കിലും ഈ ഒരു ഹിക്മത്തുള്ളത് കൊണ്ടിട്ടു ഈ ഒരു കാരണം ഉള്ളത് കൊണ്ടിട്ടാണ് ആക്കിരേണ്ടിട്ട് ചൊല്ലുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമും അത് എതിർത്തിട്ടില്ല. ഇനി മൂന്നാമതായ ഒരു കാര്യമാണ് നെക്സ്റ്റ് ചൊല്ലേ. ഇൻഷാ അല്ലാഹ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുക. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.